രാഹുൽ ഗാന്ധിയെ കൊല്ലണം, അതാണ് പലരുടെയും ആഗ്രഹം. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ വെടിവെക്കുമെന്ന BJP നേതാവിൻ്റെ പ്രസ്താവന രാജ്യത്ത് വലിയ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. പ്രിന്റു മഹാദേവ് എന്ന ഒരു നേതാവിൻ്റെ പരാമർശത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് CC ശ്രീകുമാറിൻ്റെ പരാതിയിലാണ് തൃശൂർ പേരാമംഗലം പോലീസ് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കൊല്ലണമെന്നുള്ളൊരു ചിന്ത വന്നു എന്ന് പരിശോധിച്ചാൽ, രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഒരാളാണ്. അച്ഛൻ്റെ അമ്മ മുത്തശ്ശി ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ഇന്ദിരാ പ്രിയദർശിനിയാണ്. അപ്പോഴും രാഹുൽ ഗാന്ധിയെയും കൊല്ലണം എന്ന് വിചാരിക്കുന്നവൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് തിരിച്ചറിഞ്ഞേ മതിയാകൂ. ചാനൽ ചർച്ചയ്ക്കിടെയാണ് പ്രിന്റു എന്ന BJP നേതാവ് ഈ വിവാദ പരാമർശം ഉണ്ടാക്കിയിരിക്കുന്നത്. കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ, അതുപോലെ കൊലവിളി പ്രസംഗം എന്നിവ ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഒരു ശരാശരി കേസ് എന്നതിൽ അപ്പുറം ഒരാൾക്ക് എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ പറയാൻ തോന്നുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇന്നൊരു പ്രതിപക്ഷ നേതാവാണെങ്കിൽ അദ്ദേഹം മൺമറഞ്ഞുപോയ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സന്തതികളുടെ മകനും കൊച്ചുമകനുമൊക്കെയാണ്. അങ്ങനെയുള്ള ഒരാളെ കൊല്ലണം എന്ന് പറയുന്നതിൻ്റെ മാനസികാവസ്ഥ എന്ത് എന്ന് ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടയ്ക്കെയാണ് പരസ്യമായി രാഹുൽ ഗാന്ധിക്കെതിരെ പ്രിന്റു മഹാദേവ് കൊലവിളി നടത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിൽ വെടിയുണ്ട വീഴുമെന്നായിരുന്നു ആ പരാമർശം വന്നിരിക്കുന്നത്. ഒരു എതിർ രാജ്യത്തെ പോലും നാണിപ്പിക്കുന്ന തരത്തിലാണ് സ്വന്തം രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് BJPയുടെ ഭരണത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സംഭവത്തിൽ BJPക്കെതിരെ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കെതിരെ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കത്തയക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിന്റു മഹാദേവിനെതിരെ നടപടിയെടുക്കണമെന്നായിരുന്നു ആ കത്തിലെ ആവശ്യം. വെറും ആവശ്യമല്ല, ഒരു രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ കൊല്ലണം അല്ലെങ്കിൽ കൊലവിളി നടത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗത്തിന് ഈ രാജ്യം മറുപടി പറഞ്ഞേ മതിയാകൂ. രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയാണ് പ്രിന്റുവിൻ്റേതെന്നും ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണിത് എന്നും AICC വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. സ്വകാര്യ ചാനൽ ചർച്ചയ്ക്കിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ സംഭവത്തിൽ BJP നേതാവ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുക്കാൻ മാത്രമല്ല തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി രാജ്യത്ത് നിന്ന് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ്. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ ഒരു പരാതിയിൽ പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ തുടങ്ങിയ കേസുകൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന് ഈ ചർച്ചയ്ക്കിടെ പറഞ്ഞതിൻ്റെ ഒരു മാനസികാവസ്ഥ അതെന്താണെന്ന് നടപടിക്ക് വിധേയമാക്കേണ്ടതിരിക്കുന്നു എന്നുള്ളത് കേരളം ഒന്നടങ്കം ചർച്ച ചെയ്തു കഴിഞ്ഞു. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന BJP വക്താവിൻ്റെ ഭീഷണി ദേശീയ തലത്തിൽ BJPക്കും RSSനുമെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് ബാക്കിയുള്ള പാർട്ടികളെല്ലാം രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രിന്റു മഹാദേവിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. വധഭീഷണിയാണ് ഇത് എന്ന് കോൺഗ്രസിൻ്റെ വക്താവ് പവൻ ഖേര വിമർശിക്കുകയും ചെയ്തു. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുന്നുവെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിന്റു മഹാദേവ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതികൾ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ പങ്കെടുക്കരുത് എന്നാണ് KPCCയുടെ മാധ്യമ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. പ്രിന്റു മഹാദേവിൻ്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുകയും ചെയ്തിരിക്കുന്നു. പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ കേവലം ഒരു കേരളത്തിലെ ചില സംഭവമായി മാത്രം ഇതിനെ കാണാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിൻ്റെ നെഞ്ചിൽ നിറയൊഴിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന BJP നേതാവിൻ്റെ വാക്കുകൾ അത് BJPയുടെ വാക്കുകളായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. BJP ആ കുടുംബത്തെ ഭയക്കുന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ പച്ചയ്ക്ക് ഒരാളെ വെടിവെച്ചു കൊല്ലും എന്നുള്ളത് പറയുന്നത് അത് ഈ നാടിൻ്റെ പാരമ്പര്യത്തിന് യോജിച്ചതല്ല എന്നുള്ളതാണ് രാജ്യം തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ജനങ്ങൾ ഇളകിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും.